തിരുവനന്തപുരം ജവഹർ നഗർ LP സ്കൂളിലായിരുന്നു ഗവർണർ പി സദാശിവത്തിനും ഭാര്യയ്ക്കും വോട്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെയാണ് എത്തിയതെങ്കിലും ഗവർണർക്കും ക്യൂവിൽ നിൽക്കാതെ തരമില്ലായിരുന്നു. ജഗതി UP സ്കൂളിൽ ഭാര്യ എലിസബത്തിനൊപ്പമാണ് AK ആന്റണി വോട്ട് ചെയ്യാനെത്തിയത്. കൂടെ പതിവ് പോലെ MM ഹസനും. കേരളം ചരിത്രം തിരുത്തുമെന്ന് AK ആന്റണിയുടെ പ്രതികരണം. കേരളത്തിൽ ഇത്തവണ ഒരു പുതിയ ചരിത്രമുണ്ടാകാൻ പോകുകയാണ്. ഇതിനു മുമ്പുള്ള കേരളത്തിൻ്റെ ചരിത്രം 5 വർഷം ഒരു മുന്നണി, പിന്നത്തെ 5 വർഷം വേറൊരു മുന്നണി എന്നുള്ളതാണ്. ആ ചരിത്രം കേരളത്തിൽ ആദ്യമായി തിരുത്തി കുറിക്കാൻ പോകുന്നു. മണ്ഡല പര്യടനത്തിന് ശേഷം 10:30 വൻ സംഘമായാണ് മുഖ്യമന്ത്രി കോട്ടയം പുതുപ്പള്ളി പള്ളി സ്കൂളിൽ എത്തിയത്. KPCC പ്രസിഡന്റ് VM സുധീരൻ വോട്ട് ചെയ്തത് തിരുവനന്തപുരം കുന്നുകുഴി LP സ്കൂളിൽ. പാണക്കാട് GHSSലെ ആദ്യ വോട്ടർ എന്ന പതിവ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും തെറ്റിച്ചില്ല. PK കുഞ്ഞാലിക്കുട്ടിയും തങ്ങൾക്കൊപ്പമെത്തി. രാവിലെ 7:30 തന്നെ KM മാണി വോട്ട് രേഖപ്പെടുത്തി. സ്വന്തം മണ്ഡലമായ മലമ്പുഴയിൽ പര്യടനം നടത്തിയ ശേഷമാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആലപ്പുഴയിലെത്തിയത്. മകൻ അരുൺകുമാറിനൊപ്പം വോട്ട് ചെയ്യാനെത്തിയ VS BJPയെ പരിഹസിക്കുകയും ചെയ്തു. അവരുടെ താമര വല്ല കുളത്തിലും പിന്നെ സകുടുംബമായാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും പോളിംഗ് ബൂത്തിലെത്തിയത്. ജൂനിയർ ബേസിക് സ്കൂളിൽ പേരക്കുട്ടികൾക്കൊപ്പം വോട്ട് രേഖപ്പെടുത്താനെത്തിയ കോടിയേരിക്ക് പക്ഷേ ഏറെ നേരം വരി നിൽക്കേണ്ടി വന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കേരളത്തിൽ UDFന്റെ അഴിമതി ഭരണം അവസാനിപ്പിക്കുന്ന ഒരു ജനവിധിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. തിരുവനന്തപുരം DEO ഓഫീസ് ബൂത്തിലായിരുന്നു MA ബേബിയുടെ വോട്ട്. JSS നേതാവ് ഗൗരിയമ്മ ആലപ്പുഴ SPV സ്കൂളിലും PC ജോർജ് ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ട് ചെയ്തു. BJP നേതാക്കളായ കുമ്മനം രാജശേഖരനും O രാജഗോപാലും തിരുവനന്തപുരത്താണ് വോട്ട് ചെയ്തത്. സുരേഷ് ഗോപി MP ശാസ്തമംഗലം HSSലും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ശ്രീശാന്ത് കൊച്ചിയിലുമാണ് വോട്ട് ചെയ്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.